സംഗീതം സ്വാതന്ത്ര്യം മേഖലാ പഠന ക്ലാസ് നടത്തി. പുരോഗമന കലാ സാഹിത്യ സംഘം പാലക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുൽത്താൻപേട്ട പബ്ലിക് ലൈബ്രറിയിൽ സംഗീതം സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ സംഗീത രാഗ സ്വാതന്ത്ര്യ പഠന പരിപാടി സംഘടിപ്പിച്ചു. സംഗീതം എങ്ങനെയാണ് ശാരീരിക പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നത് എന്നും വിവിധ രോഗശാന്തിക്കായി കേൾക്കാവുന്ന വിവിധ രാഗങ്ങളിലുള്ള ഗാനങ്ങളെക്കുറിച്ചും ട്രെയിനർ ഫിലോമിന പ്രഭു ടീച്ചർ ക്ലാസ് നിയന്ത്രിച്ചു. പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം AK ചന്ദ്രൻകുട്ടി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അനുരാഗിണി, മിഥുരാജ്, രഘു ശ്രീറാം, ജോഹർ, ശേഖരീപുരം മാധവൻ തുടങ്ങിയവർ സംഗീതവും കവിതയും നൃത്തവും നാടൻപാട്ടും അവതരിപ്പിച്ചു. മേഖലാ പ്രസിഡന്റ് TS പീറ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേഖലാ സെക്രട്ടറി സുമംഗല P സ്വാഗതവും മേഖലാ വൈസ് പ്രസിഡന്റ് K രേണുകാദേവി നന്ദിയും പറഞ്ഞു. അപ്പോൾ സംഗീതം എന്താണ് എന്നുള്ളത് നമുക്കറിയണം അല്ലേ? ആ സംഗീതം പറഞ്ഞ സരിഗമപനിസ പാടല്ലോ, അതല്ലേ സംഗീതം? സരിഗമപനിസയല്ലേ? ആ സരിഗമപനിസയിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റുമെന്ന് അറിയോ നിങ്ങൾക്ക്? അയ്യോ, ആർക്കൊക്കെ അറിയാം? അവിടെ ഉണ്ടാവില്ല സംഗീതം അറിയുന്നവർ നിറയെ പേരുണ്ടാവും. എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഉപകരിക്കും. പിന്നെ ഡിപ്രഷൻ മാറിക്കിട്ടും. പിന്നെ ആരെങ്കിലും അറിയോ? മാനസിക വിഷമങ്ങൾ മാറും. ഹാപ്പി വേണമെങ്കിലും നമ്മൾ അതുപോലുള്ള പാട്ടുകൾ അല്ലേ? നമ്മൾ സന്തോഷിക്കും. സാരി 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 ഗമ സാരി ഗമ അതിൽ വരുന്നത് സാരി സ്വരവ്യഞ്ജനങ്ങൾ എന്ന് പറയും. അങ്ങനെ ഓരോന്നും മാറി മാറി വരും. നിങ്ങൾക്ക് അറിയുന്നത് എന്താണോ അതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? അതിന്റെ ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ അറിയുന്നത്. നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ആവശ്യമില്ലാത്തോ പറയണ്ടല്ലോ. അപ്പൊ 72 എന്ന സംഖ്യയും സംഗീതവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പറയണം. മനുഷ്യ ശരീരവും തമ്മില്, അതായത് നമ്മുടെ ശരീരത്തിൽ ആകെയുള്ള നാഡീവ്യൂഹങ്ങൾ 72,000 72,000 നാഡീവ്യൂഹങ്ങളാണ് നമ്മുടെ ശരീരം മുഴുവനുള്ളത്. അതില് ഈ ശുദ്ധമധ്യമവും പ്രതിമധ്യമവും അല്ലേ, ആ രണ്ടിലാണ് ഇതിനെ 36 ആക്കി ഭാഗിക്കുന്നത്. ഈ 72 മേളകർത്ത രാഗങ്ങളെ 32 ശുദ്ധമധ്യമത്തിന്റെയും പ്രതിമധ്യമത്തിന്റെ 36. എന്താണ് ഈ 36 എന്ന്